താവം റെയിൽവേ മേൽപ്പാലത്തിലെ അറ്റകുറ്റപ്രവൃത്തി ശനിയാഴ്ച ആരംഭിക്കും. 2 ആഴ്ച ഇതുവഴി ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചുകൊണ്ടാണ് പ്രവൃത്തി നടത്തുക. താവം റെയിൽവേ മേൽപ്പാലത്തിലെ അപകടക്കുഴികൾ നികത്താൻ നടപടിയായി. മേൽപ്പാലത്തിലെ അറ്റകുറ്റപ്രവൃത്തി ശനിയാഴ്ച മുതൽ ആരംഭിക്കും. നിലവിൽ പാലത്തിലെ കുഴികൾ യാത്രക്കാർക്ക് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് വിജിൻ MLA ഇടപെട്ട് പ്രവൃത്തി നടത്താൻ തീരുമാനിച്ചത്. ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ ഇതുവഴിയുള്ള ഗതാഗതം നിരോധിക്കും. JCB ഉപയോഗിച്ച് പാലത്തിലെ ടാറിംഗ് ഇളക്കി മാറ്റും. പാലത്തിന് മുകളിൽ മൈക്രോ കോൺക്രീറ്റ് ചെയ്ത് അതിനു മുകളിൽ ടാറിംഗ് നടത്തും. ഇതോടെ പാലത്തിലെ കുഴികൾ ഇല്ലാതാകും. 2 ആഴ്ച പാലം അടച്ചിടുന്നത് ദുരിതമാകുമെങ്കിലും പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നടപടി വേണമെന്നാണ് യാത്രക്കാർ പറയുന്നത്. പണി എത്രയും സമയബന്ധിതമായിട്ട് പൂർത്തിയാകണമെന്ന് ഒരു അപേക്ഷയുണ്ട്. പാപ്പശ്ശേരി പാലം പോലെ ആക്കരുത്. SSC കുട്ടികളുടെ എക്സാമും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കുട്ടികൾക്കും യാത്രക്കാർക്കും അധികം ക്ലേശമില്ലാത്ത തരത്തിൽ യാത്രാ ക്ലേശം അനുഭവപ്പെടാത്ത തരത്തിൽ തന്നെ ഇവിടെ തന്നെ പണി പൂർത്തിയാക്കണമെന്ന് ഒരു അപേക്ഷയാണ്. കണ്ണൂർ ഭാഗത്തേക്കുള്ള ബസ്സുകൾ മേൽപ്പാലത്തിന് സമീപത്തു നിന്ന് സർവീസ് നടത്തും. മാട്ടൂൽ പയ്യന്നൂർ ഭാഗത്തേക്കുള്ള ബസ്സുകൾ പഴയങ്ങാടിയിൽ നിന്ന് സർവീസ് നടത്തും. ചെറുവാഹനങ്ങൾ താവം വേട്ടക്കുരുമകൻ ക്ഷേത്രം റോഡ് വഴി കടത്തിവിടും. ചരക്ക് വാഹനങ്ങൾ ദേശീയപാത വഴി കടന്നു പോകണം. 2 ആഴ്ച കൊണ്ട് പ്രവൃത്തി പൂർത്തിയാക്കാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് വിജിൻ MLA അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.